ബന്ധുക്കാർക്ക് അല്ലെങ്കിൽ വേർപെട്ടവർക്ക് ഒട്ടും അറിയാൻ മേലാത്തൊരു പ്രശ്നമുണ്ട്. ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പണം എങ്ങനെ വിനിയോഗിക്കണം. ഈ സാധനത്തെ കുറിച്ച് നമുക്ക് യാതൊരു ബോധവുമില്ല. നിങ്ങൾ എന്നെ ഒന്നും ചെറിയത് ഞാൻ പറഞ്ഞേക്കാം. ഇതുകൂടെ പറഞ്ഞോട്ടെ. ഇവിടെ നമുക്ക് ദേവദാസിനെ സാമ്പത്തിക ബന്ധനമുണ്ട്, ചിലർക്ക് സാമ്പത്തിക അഴിവുണ്ട്. സോ എന്താണ് ഇതിന്റെ സൈൻ? എങ്ങനെ അറിയാം? ചിലപ്പോൾ ഈ കർത്താവിന്റെ ദാസിക്ക് 5 ലക്ഷം രൂപ സാലറി ഉണ്ട്, എനിക്ക് 1 ലക്ഷം രൂപ സാലറി ഉണ്ട്. അപ്പൊ ഇവരെല്ലാം പറയുന്നു ഈ കർത്താവിന്റെ ദാസി ഫിനാൻഷ്യലി ഏബിൾ ആണ്, നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ഞാനോ ശപിക്കപ്പെട്ടവനാ. എന്താ കാര്യം? എന്താ? എനിക്ക് ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് 5 ഉണ്ട്. പക്ഷെ രസം എന്തറിയോ? 5-ാം തീയതി സാലറി കിട്ടി, അടുത്ത 5-ാം തീയതി ആകുമ്പോ 5 ലക്ഷം കിട്ടിയ സഹോദരന്റെ 50 രൂപ പോലും ഇല്ല. 1 ലക്ഷം കിട്ടിയ എന്റെ 75,000 രൂപ മിച്ചം കിടക്കുക. ആമേൻ. സാമ്പത്തിക അനുഗ്രഹം എന്ന് പറയുന്നത് സാലറിയിലല്ല, നിന്റെ മിച്ചത്തിലായിരിക്കുന്നത്. आपके पास भी अपनी जो सैलरी जो है वो कम भी आती है, लेकिन आप परमेश्वर में कितना बचा पाते हो, उसकी अनुग्रह ही आपको मिलता है. യോസഫ് വേറെ രാജ്യത്ത് എന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? സത്യമായിട്ട്? ഓക്കെ. അവിടെ ചെന്നിരുന്നപ്പോൾ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. 7 മെലിഞ്ഞ പശു, കൊഴുത്ത പശു കയറി വരുന്നു. പുറകെ അറിയാത്തവന് അറിയാട്ടിയതാണ്. 7 കൊഴുത്ത പശു കയറി വരുന്നു, പുറകെ 7 മെലിഞ്ഞ പശു. ദേവസ്മരയുടെ കൂടെ നിൽക്കേണ്ട ഒരു ശകല നേരം മെലിഞ്ഞത് കയറി വരുന്നു. പിന്നെ 7 കതിരുകൾ. ഈ 7 കൊഴുത്ത പശു സമൃദ്ധിയും 7 മെലിഞ്ഞ പശു ദാരിദ്ര്യവും. അപ്പൊ യോസഫ് ഇതിനെ ആത്മാവിന്റെ സ്കാനറിനകത്ത് കയറ്റിയപ്പോ യോസഫിന് മനസ്സിലായി 7 സമൃദ്ധിയും 7 ദാരിദ്ര്യവും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രശ്നം, ഒരു വർഷത്തിൽ 12 മാസമുണ്ട്, സമൃദ്ധി വരുന്നു. ഇപ്പൊ എനിക്ക് ഒരു മാസം 10 ലക്ഷം രൂപ, മുഴുവൻ ലക്ഷക്കണക്കാണ്. 10 ലക്ഷം രൂപ എനിക്ക് സാലറി ഉണ്ട്. അപ്പൊ ഒരു വർഷത്തെ എന്റെ സാലറി കൂട്ടുമ്പോൾ 1,20 ലക്ഷം രൂപ എന്റെ സാലറി പെർ ഇയർ. എന്റെ വരുമാനം 1 കോടി. കേൾക്കുന്നുണ്ടോ? സുഭാഷ് കുമരകത്തൊക്കെ 1,20,00,000 പറഞ്ഞേക്കുന്നത് കേട്ടോ, ഉദാഹരണമാണ്. 1,20 ലക്ഷം രൂപ എന്റെ ഇയർലി എന്റെ സാലറിയാണ്. അപ്പൊ രസം എന്നറിയാമോ? പണ്ട് റേഷൻ കടയിലെ യൂണിറ്റ് തിന്ന ഞാന് ഇപ്പൊ 1 കിലോയ്ക്ക് 300 രൂപയുടെ അരി ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെന്നില്ല. പണ്ട് 1000 രൂപയ്ക്ക് 3 ചുരിദാർ എടുത്ത ആള് 27,000 രൂപയുടെ 1 ചുരിദാർ മേടിക്കാൻ നോക്കും. പണ്ട് ടൈമെക്സിന്റെ 500 രൂപയുടെ വാച്ച് കെട്ടിയവര് റോളക്സിന്റെ 3.25 ലക്ഷം രൂപയുടെ വാച്ച് കെട്ടാൻ നോക്കും. ഏത് വാച്ച് കെട്ടിയാലും 12 മണിയാകുമ്പോ 12 മണിയാവും. മനസ്സിലായില്ല? എന്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി, എന്റെ തിങ്കിങ് ചേഞ്ച് ആയി. എന്റെ പിള്ളേർക്ക് വേണ്ടത് മക്ഡൊണാൾഡ്സ്, എന്റെ പിള്ളേർക്ക് വേണ്ടത് KFC, എന്റെ പിള്ളേർക്ക് വേണ്ടത് ഷവർമ, എന്റെ പിള്ളേർക്ക് വേണ്ടത് പിന്നെ മറ്റേ ഇറച്ചിയുടെ വെള്ളിൽ സ്ലീക്കോ എന്തെങ്കിലും വേണ്ടേ, ആ സാധനം വേണം. എന്റെ ലൈഫ് സ്റ്റൈൽ മാറി. ഒരു ദിവസം കഴിക്കാൻ പോയാൽ 7,000 രൂപ എനിക്ക് അവിടെ നമ്മുടെ സെറ്റിംഗ് മാറി. ഇനി പ്രശ്നം കേൾക്കണോ? ഈ ലൈഫ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് 7 വർഷം, ഇത് പെട്ടെന്ന് മടങ്ങി വരാവേ, 7 വർഷം ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോ പിന്നെ എനിക്ക് റിവേഴ്സ് എടുക്കാൻ മേലാതെ വരും. പിന്നെ റോഡിന്റെ സൈഡിൽ ചെന്ന് 1 കിലോ തക്കാളിക്ക് എനിക്ക് മേടിക്കാൻ മേല. 30 രൂപയുടെ തക്കാളിക്ക് 350 രൂപ എടുത്താലേ എന്റെ തൊണ്ട വഴി ഇറങ്ങത്തുള്ളൂ. അങ്ങനെ 7 വർഷം സെറ്റ് ചെയ്ത് കഴിയുമ്പോ നീ 6 വർഷം കഴിയുമ്പോ നീ ഒരു ലോൺ എടുക്കണം. കേട്ടില്ല? ഈ 1,20 ലക്ഷം രൂപ ഇയർലി വരുമാനമുള്ള ലോൺ എടുത്താൽ ചെറിയ ലോൺ എടുക്കുമോ? ഒന്നും പെരുത്ത ലോൺ എടുക്കും. ഈ ലോൺ എടുത്തവന്റെ കഴുത്തലോട്ട് വെച്ച് കഴിയുമ്പോൾ മെലിഞ്ഞ പശു കയറാറുണ്ട്. ഈ മെലിഞ്ഞ പശു കയറി വരുമ്പോ കൊഴുത്ത പശുവിനെ കണ്ടെടുത്ത ലോൺ അടയ്ക്കാൻ മേലാതെ വരും. അപ്പൊ പിന്നെ ദൈവത്തെ തള്ളി പറയുന്നു, ദൈവരാജ്യത്തെ തള്ളി പറയുന്നു, അന്യഭാഷ തള്ളി പറയുന്നു, പ്രാർത്ഥനയ്ക്ക് പോകാതെ വരുന്നു. ഇവൻ നശിക്കും. യോസഫ് ചെയ്തെന്നറിയോ? കൊഴുത്തത് കയറി വരുമ്പോ മെലിഞ്ഞത് വരുന്നുണ്ടെന്ന് താൻ മനസ്സിൽ എഴുതി വെച്ചു. ഞാൻ ദൈവത്തോട് പറയുന്നു, 1 രൂപ അനാവശ്യമായി ചെലവാക്കരുത്. നാളെ നീ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എവിടെ നിന്നെങ്കിലും നിനക്ക് എഗ്രിമെന്റ് കിട്ടിയിട്ടുണ്ടോ?
ഇന്ന് രാത്രി കരയാൻ തുടങ്ങണം ദൈവസന്നിധി. ഒരു നയ പൈസ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിന്റെ ഓരോ രൂപയും സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്നതാ. നിനക്ക് കളിക്കാനുള്ളതല്ലത്, അത് തമ്പുരാന്റെ ദാനമാണ്. ഉയർത്തി പിടിച്ചിട്ട് ഹല്ലേലൂയ.